ഹൃദയഭേദകം എന്നേ ഒറ്റ വാക്കിൽ പറയാൻ കഴിയൂ മാധു. ഞങ്ങൾ 5 മണിയോടുകൂടിയാണ് ഒരു പകലും ഒരു രാത്രിയും നീണ്ട യാത്രയ്ക്കൊടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്ക് എത്തിയത്. 6 മണിക്ക് തന്നെ ചൂരൽമലയിലേക്ക് പോയി. ആ ചൂരൽമലയിലെത്തുമ്പോൾ അവിടെ കാണുന്നത് കുത്തി ഒലിച്ചു പോയ ഒരു ജനപഥമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ തറ മാത്രമായി നിൽക്കുന്നു. കടകൾ, വീടുകൾ എല്ലാം നശിച്ചിരിക്കുന്നു. അതുവരെ അവിടെ ജീവിച്ച മനുഷ്യർ മണ്ണിനടിയിലായിരിക്കുന്നു. ആ ദാരുണമായ കാഴ്ച പിന്നിട്ടിട്ടാണ് മുണ്ടക്കൈയിലേക്ക് പോകുന്നത്. അവിടെ കുത്തി ഒഴുകുന്ന ജലമാണ്. സൈന്യം ഉണ്ടാക്കിയിട്ടുള്ള താൽക്കാലിക പാലത്തിനരികെ ഞങ്ങൾ കാത്തു നിൽക്കുമ്പോൾ അവിടെ ടീ എസ്റ്റേറ്റിൽ ജോലിക്ക് വന്നിരുന്ന അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികളെ ഒഴിപ്പിക്കുന്ന സമയത്താണ് ഞാൻ രാവിലെ അവിടേക്ക് ചൂരൽമലയിലേക്ക് എത്തിയത്. അവർ സമ്പാദിച്ചത്, ഇവിടെ ജോലി ചെയ്ത് സമ്പാദിച്ചതെല്ലാം വാരിപ്പിടിച്ച് ചെറിയ ബാഗുകളിലാക്കി കുഞ്ഞുങ്ങളെയും ഒക്കെ എടുത്ത് പ്രാണൻ കയ്യിൽ പിടിച്ച് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ആ പാലം, ചെറിയ പാലമാണ്. ആ പാലം ഒരുപക്ഷെ മാധു ദൃശ്യങ്ങളിൽ കണ്ടു കാണും. ആ പാലം കടന്ന് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന നിശ്വാസമുണ്ട്, ആശ്വാസമുണ്ട്, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന സന്തോഷമുണ്ട്. ഒരുപക്ഷെ അവർ സമ്പാദിച്ചതൊക്കെ മറന്നിട്ടുണ്ടാകും. പക്ഷേ അതിനപ്പുറത്ത് ജീവൻ കിട്ടിയല്ലോ എന്ന, കുഞ്ഞുങ്ങളെ കിട്ടിയല്ലോ എന്ന ആ ആശ്വാസം കൊണ്ട് മടങ്ങുന്ന മുഖങ്ങളെയാണ് ഞാൻ ആദ്യം ഇവിടെ എത്തിയപ്പോൾ കണ്ടത്. അതിനുശേഷം ഈ സൈന്യം ഉണ്ടാക്കിയിട്ടുള്ള താൽക്കാലികമായ പാലത്തിലൂടെ 1 മണിക്കൂറിലധികം കാത്തു നിന്ന് വളരെ ശ്രമകരമായിട്ടാണ് അപ്പുറത്ത് കടന്നത്. അവിടെ കടന്നിട്ട് വേണം മുണ്ടക്കൈയിലേക്ക് പോകാൻ. മുണ്ടക്കൈ കുത്തനെയുള്ള കയറ്റമാണ്. 3-3.5 കിലോമീറ്റർ റോഡിൽ നമ്മൾ കുത്തനെ കയറ്റം കയറി പോകണം. വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പുറത്ത് നമുക്കറിയാം ഒരു ചെറിയ നടപ്പാലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സൈന്യം ഒരു ബെയിലി പാലം പണിയുന്നുണ്ട്. മുണ്ടക്കൈയിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ റോഡ് അവസാനിക്കുകയാണ്. റോഡ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെളിയാണ്. അവിടെ പിന്നെ നമ്മൾ കാണുന്നത് ഈ പോകുന്ന റോഡിന് തൊട്ടപ്പുറത്തായി കുത്തി ഒലിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ കാണാം. അവിടങ്ങളിലൊക്കെ വീടുകളുണ്ടായിരുന്നു, കെട്ടിടങ്ങളുണ്ടായിരുന്നു, സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ഒരു സ്കൂൾ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ മുണ്ടക്കൈ അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴേക്ക് അവിടെ റോഡില്ല, പിന്നെ ചെളി മാത്രമാണ്. ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലേണ്ടത്. ഞാൻ ചെല്ലുന്ന സമയത്ത് പ്രാദേശിക രക്ഷാപ്രവർത്തകർ, വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ സന്നദ്ധ പ്രവർത്തകരാണ് അധികവും ഉണ്ടായിരുന്നത്. സേനാ അംഗങ്ങളൊക്കെ പിന്നീടാണ് വന്നത്. അതേസമയം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു. സൈന്യമൊക്കെ പിന്നീടാണ് വരുന്നത്. അവിടെ പ്രാദേശിക രക്ഷാപ്രവർത്തകർക്ക് അന്നേരം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഗ്യാസ് കട്ടറുകൾ പോലും ആവശ്യത്തിന് ഉണ്ടാകാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടു. നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഈ ചെളിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുട്ടുവരെ ആഴത്തിൽ ചെളി പൂണ്ടുപോകും. അപ്പോൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആന്തൽ, ഞാൻ ചവിട്ടുന്നത് ഒരു ശരീരത്തിലാകല്ലേ എന്നുള്ളതാണ്. അത്രയും ഭീതിതമായ, അല്ലെങ്കിൽ അത്രയും ദയനീയമായ അവസ്ഥ എന്ന് തന്നെ മുണ്ടക്കൈയെ വിളിക്കേണ്ടി വരും. മുണ്ടക്കൈ അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്നത്. മുണ്ടക്കൈ അങ്ങാടി എന്ന് പറയുന്നത്, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് കടകളും ആരാധനാലയങ്ങളും അതുപോലെയുള്ള പാർട്ടി ഓഫീസുകളും ഒക്കെ ഉണ്ടായിരുന്ന പഴയ മുണ്ടക്കൈ അങ്ങാടിയാണ്. അത് ഇന്നില്ല. അത് സമ്പൂർണ്ണമായി കുത്തിയൊലിച്ചു പോയിരിക്കുന്നു. സമ്പൂർണ്ണമായി നമ്മൾ ജലസമാധി എന്നൊക്കെ പറയുന്നത് പോലെ മണ്ണിനടിയിൽ ഭൂസമാധി ആയിരിക്കുന്നു. അവിടെ ഒരുപാട് മനുഷ്യരെ കണ്ടു. ഒരാൾ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇവിടെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഈ മണ്ണിനടിയിലുണ്ട് എന്ന് പറയാണ്. അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഞാൻ അവിടെ പൊളിയാതെ അവശേഷിച്ച ഏക സംവിധാനം എന്ന് പറയുന്നത് ഒരു CSI പള്ളിയാണ്. അതൊരു ഒരു കൊച്ചു കുന്നിൻ്റെ മുകളിലാണ്. ആ CSI പള്ളിയുടെ അങ്കണത്തിൽ ആണ് ഏറ്റവും ഒടുവിൽ കയറി നിൽക്കാൻ പറ്റിയത്. ആ CSI പള്ളി അങ്കണത്തിൽ നിന്ന് ചുറ്റും നോക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചും ഒക്കെ കോൺക്രീറ്റ് പൊടിച്ചും മണ്ണ് ഇളക്കിയുമൊക്കെ അകത്താരാണ് എന്ന് അറിയാനുള്ള പരിശ്രമം നടത്തുകയാണ് രക്ഷാപ്രവർത്തകർ. ആ സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, അവിടെ അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല. പക്ഷേ നിസ്വാർത്ഥരായി ജോലി ചെയ്യുന്ന രക്ഷാപ്രവർത്തകരെ നമ്മൾ അവിടെ കണ്ടു. അതും കഴിഞ്ഞ് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് സൈന്യം ഹെലികോപ്റ്ററിൽ ഭക്ഷണ സാധനങ്ങൾ അവിടേക്ക് എയർ ഡ്രോപ്പ് ചെയ്തത്. അപ്പോഴാണ് എനിക്കും ഒരു പാക്കറ്റ് പാർലേജിയുടെ ബിസ്ക്കറ്റ് കിട്ടിയത്. അതുവരെ അവിടുത്തെ രക്ഷാപ്രവർത്തകർ രാവിലെ 5 മണിക്കും 6 മണിക്കും എത്തിയ ആളുകൾ ഒരിറ്റ് വെള്ളം പോലും ഇറക്കാതെ ഈ ഭൂമിയുടെ ആഴങ്ങളിൽ പുതഞ്ഞു പോയത് ആരൊക്കെ എന്ന് തിരയുകയായിരുന്നു. ബന്ധുക്കളെ തിരക്കി വന്ന മനുഷ്യരുടെ സന്താപമാണ് നമ്മളെ ഏറ്റവും തകർത്ത് കളയുന്നത്. ഒരു ചെറുപ്പക്കാരൻ, ബാഗൊക്കെ ഉണ്ട്, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. തൃശ്ശൂരിൽ നിന്ന് വന്ന് മുണ്ടക്കൈയിൽ അപ്പോൾ എത്തിയതേ ഉള്ളൂ. അദ്ദേഹം ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, എൻ്റെ വീട് ഇവിടെ ആയിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ താമസിച്ചിരുന്ന വീട്, ആ വീടിന്നില്ല, ഒരു മൺകൂന മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് നിന്ന് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ അവിടെ ചെന്നതിന് ശേഷം ആദ്യമായി കിട്ടുന്ന ബോഡി അതാണ്. തൊട്ടു പിന്നാലെ കണ്ടു. ഇന്ന് സുദേവൻ എന്ന് പറയുന്ന ആളുടെ കുടുംബത്തിൽ 5 പേർ അകപ്പെട്ടിട്ടുള്ള ആ തെരച്ചിൽ ഒരുപാട് സമയം മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. പലർക്കും അറിയാമായിരിക്കും. വളരെ ശ്രമകരമായി അവിടെ വലിയ
അത്യധ്വാനം ചെയ്തിട്ടും അങ്ങ് ആഴത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ആ വീട്ടിലുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട്. ആ വീടുകളെല്ലാം മണ്ണ് മൂടി ഇല്ലാതായിരിക്കുകയാണ്. അവിടങ്ങളിലൊക്കെ മനുഷ്യരുണ്ട്. ചില വീടുകളിലേക്ക് അതിനിടയ്ക്ക് നമ്മുടെ സേനയുടെ സ്നിഫർ ഡോഗുകൾ വന്നു, കടാവർ നായകൾ വന്നു. അവർ നൽകിയ സൂചന അനുസരിച്ച് ചില വീടുകളിൽ പരിശോധന നടത്തി. പക്ഷേ അവിടെ നിന്നും ആ സമയത്ത് മൃതശരീരങ്ങളൊന്നും കിട്ടിയില്ല. ആ വീട് ഉപേക്ഷിച്ച് പോയതാണെന്ന് പ്രദേശത്തെ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ഇന്ന വീടുകളിലാണ് ആളുകൾ ഉള്ളത്, ഇവിടെ തിരയൂ എന്ന് പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു 12 മണിയോടുകൂടിയൊക്കെ മഴ, ആദ്യം മന്ദഗതിയിലായിരുന്ന മഴ പിന്നെ കനത്തു തുടങ്ങി, വലിയ തോതിൽ മഴ പെയ്യാൻ തുടങ്ങി. അതോടുകൂടി നദി എന്ന് പറയാൻ കഴിയില്ല, അതൊരു ചെറിയ അരുവി ആയിരുന്നു. പക്ഷേ ഉരുൾപൊട്ടലിന് ശേഷം അതൊരു പുഴയായി രൂപം കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ കളറ് മാറുന്നു. അതിനിടയ്ക്ക് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു. ഇതിനിടയ്ക്ക് അത് വൈദ്യുതിയോ മറ്റൊരു സംവിധാനമോ ഇല്ലാത്ത ഇടമാണ് കേട്ടോ. നമ്മുടെ ക്യാമറകൾ ഓഫാവുന്നു, ചാർജ് തീർന്നിട്ട് നമ്മുടെ ലൈവ് വ്യൂ സംവിധാനങ്ങൾ ഓഫാവുന്നു. ഒടുവിൽ എൻ്റെ ഫോൺ തന്നെയും ഓഫായി പോയി. മഴ കനക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാൻ തീരുമാനിക്കുന്നത്.